ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാം. അത് സോയ കബാബ്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഞാൻ പാക്കറ്റിലേതാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലോട്ടിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കുതിരാൻ വേണ്ടി ഒന്ന് അടച്ച് വയ്ക്കും. കുതിർന്നതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് കഴുകണം. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് അവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒട്ടും വെള്ളം കാണാതെ നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. 4-5 വെളുത്തുള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതുപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഊറ്റി വെച്ചിരുന്ന ആ സോയ ചങ്ക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ഇതുപോലെ അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ആ സോയ ചങ്ക്സ് ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്, പൊടിച്ചെടുത്തു. ഇനി നമുക്കതൊരു ബോളിലേക്ക് മാറ്റാം. നമ്മുടെ സോയ കബാബിൻ്റെ കീമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയില, 2 ടീസ്പൂൺ കടലമാവ്, ഗരം മസാല, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളകിൻ്റെ പൊടി, പിന്നെ ചാട്ട് മസാല. ഇത്ര സാധനങ്ങളും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിയിലയുണ്ട്. പിന്നെ കടലമാവ് അത് 2 സ്പൂണുണ്ട്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. പിന്നെ ഉപ്പ് പാകത്തിന്. മുളക് പൊടി 1/2 ടീസ്പൂൺ. നമ്മൾ പച്ചമുളക് ചതച്ച് ചേർത്തായിരുന്നല്ലോ, അപ്പം മുളക് പൊടി കുറച്ച് മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല. നമുക്കതിലേക്ക് മല്ലിയില ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ആ 2 സ്പൂൺ കടലമാവ് തന്നെ മതിയായിരുന്നു. അതല്ല എങ്കിൽ അത് കുഴയുന്നില്ല എങ്കിൽ സ്വല്പം കടലമാവും കൂടിയിട്ട് നമുക്ക് കുഴയ്ക്കാം. ഞാനിപ്പോൾ ഇട്ടത് ശരിയായിരുന്നു, റെഡിയായിട്ടത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് കട്ട്ലസിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പം ഞാനിപ്പോഴിത് സ്വല്പം നീളമായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇതിനേക്കാൾ നല്ല നീളത്തിലും ഇത് ഉരുട്ടിയെടുക്കാം. പിന്നെ നമുക്ക് വട്ടത്തിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഡിസൈൻ വെച്ച് അതിൽ വെച്ച് വേണമെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കിയിട്ട് എടുക്കാം. നമ്മുടെ സോയ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ഇത് സോസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മൾ ഇത് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉള്ള ടേസ്റ്റ് ഇതിനുണ്ട്. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.